RSPയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഞങ്ങൾ നിലപാട് ഇതിനകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് അനായാസകരമായ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിയോജക മണ്ഡലത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള മതേതര ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്ത് വിസ്മയകരമായ ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്, ഐക്യജനാധിപത്യ മുന്നണിക്ക് പൊതുവേ ഉള്ളത്. നിർഭാഗ്യവശാൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ ശ്രീ PV അൻവറിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഞാൻ മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല, മൊത്തത്തിൽ PV അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു കാര്യം ശരിയാണ്, കാരണം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ശ്രീ PV അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് ശ്രീ PV അൻവർ 9 വർഷക്കാലം പിണറായി വിജയനെയും CPM-നെയും ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും കലവറയില്ലാത്ത പിന്തുണ നൽകുകയും LDF-നെയും CPM-നെയും പിണറായി വിജയനെയും എതിർക്കുന്നവർക്കെതിരായി അതിനിശ്ചിതമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനവും വ്യക്തിഗതമായിട്ടുള്ള വിമർശനവും ഉയർത്തിക്കൊണ്ടുവന്ന PV അൻവറിനെ പോലെ CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും ഏറ്റവും അടുത്ത അല്ലെങ്കിൽ സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന PV അൻവർ എന്തുകൊണ്ട് നിയമസഭാംഗത്വം രാജിവെച്ചു? നിയമസഭാംഗത്വം രാജിവെക്കാൻ ഇടയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാരും ചർച്ച ചെയ്യുന്നില്ല. CPM-നകത്തും ഗവൺമെൻറ്റിലുമുള്ള ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ സമഗ്രാധിപത്യത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ശ്രീ PV അൻവർ CPM-ൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗമായി LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് 9 വർഷം അല്ലെങ്കിൽ 8.25 വർഷക്കാലം നിയമസഭാംഗമായിരുന്ന PV അൻവർ രാജിവെക്കാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ്. അപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ UDF എത്രയോ കാലമായി പറഞ്ഞു വന്നതാണ്. പാർട്ടി സമഗ്രാധിപത്യത്തിലൂടെ ഗവൺമെൻറ് സാധാരണക്കാർക്ക് അന്യമാകുന്ന സ്ഥിതി വന്നു. അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അതുപോലെ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രീ PV അൻവർ കൊണ്ടുവന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നേരത്തെ UDF മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ നിയമസഭാംഗം എന്ന നിലയിൽ LDF-ൻ്റെ നിയമസഭാംഗം കൂടിയായിട്ടുള്ള PV അൻവർ തന്നെ അതിനെ സാധൂകരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അഴിമതിയും കെടുകാര്യസ്ഥതയും കുടുംബ സമഗ്രാധിപത്യവും പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയും എല്ലാം കൊണ്ട് മനം മടുത്താണ് അദ്ദേഹം LDF വിട്ടിറങ്ങി പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ CPM-ഉം LDF-ഉം ഗവൺമെൻറ്റിന് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയം. അതുതന്നെയാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ജനവിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ അതിശക്തമായ തിരിച്ചടി നൽകാൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് കൂടിയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. PV അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നം അതൊരു സാങ്കേതികമായിട്ടുള്ള വിഷയമാണ് ഞങ്ങൾ പ്രധാനമായും കരുതുന്നത്. ഇപ്പോൾ തന്നെ UDF പൊതുവെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് കേവലമായിട്ടുള്ള സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ UDF എത്രയോ കാലമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി സമാനതയുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ LDF-നെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ മാത്രമേ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം കഴിയൂ. തീർച്ചയായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടിയാലോചനകളിലൂടെ ചർച്ചകളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇടക്കാലത്ത് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അതാണ് UDF നേതൃത്വത്തെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച ഉണ്ടെങ്കിൽ അതിനാധാരമായ കാരണം
UDF അല്ലെങ്കിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. സ്വാഭാവികമായും ആ പരാമർശങ്ങൾ ചർച്ചയിലൂടെ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ UDFൻ്റെ ഭാഗമാകാൻ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും UDFൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, UDFൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള കേവലമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വൈജാത്യം ഈ കാര്യത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.